ജെയിംസ് ഗൺ ഡയറക്റ്റ് ചെയ്ത സൂപ്പർമാൻ എന്ന ചിത്രം ഇന്ന് ലോകമെമ്പാടും റിലീസായി. ഇത് തിരുവനന്തപുരത്ത് ഏരിയസ് പ്ലെക്സിൽ നിന്നാണ് ഞാൻ ഇന്ന് ഈ ചിത്രം കണ്ടത്. 3D ആണ് അവിടെ ഉണ്ടായിരുന്നത്. സിനിമ ഏരിയസ് പ്ലെക്സിൽ കണ്ടതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും അതിഗംഭീരമായിട്ടുള്ള ഒരു തിയേറ്റർ ആയതുകൊണ്ട് തന്നെ അത്രത്തോളം എക്സ്പീരിയൻസും ആ തിയേറ്ററിൽ നമുക്ക് സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ സൂപ്പർമാനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1978 മുതൽ 87 വരെ സൂപ്പർമാൻ, അതായത് നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ വന്നുകൊണ്ടിരുന്ന സൂപ്പർമാനിൽ ക്രിസ്റ്റഫർ റീവ് എന്നൊരു നടനാണ് സൂപ്പർമാനായി വന്നുകൊണ്ടിരുന്നത്. അതായത് അന്നത്തെ കാലത്ത് സൂപ്പർമാൻ എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റഫർ റീവാണ്. ക്രിസ്റ്റഫർ റീവ് ഈസ് ഈക്വൽ ടു സൂപ്പർമാൻ. അപ്പോൾ ഈ 87 ശേഷം പിന്നെ ഏകദേശം 2006 വന്ന സൂപ്പർമാനിൽ ക്രിസ്റ്റഫർ റീവ് ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് പിന്നെ ആണ് ഹെൻറി കാവിൽ വന്നത് സൂപ്പർമാനായിട്ട്. അപ്പോൾ ഈ ഹെൻറി കാവിലിൻ്റെ പെർഫോമൻസ് മാൻ ഓഫ് സ്റ്റീലിൽ സൂപ്പർമാൻ്റെ അതിഗംഭീരമായ ഒരു പെർഫോമൻസും ആയിരുന്നു. അപ്പോൾ അത്രത്തോളം പ്രതീക്ഷയോടുകൂടി അപ്പോൾ ഹെൻറി കാവിൽ അല്ല ഈ സിനിമയിൽ സൂപ്പർമാനായിട്ട് വരുന്നത്. ജോൺ മർഫി, ഡേവിഡ് ഫ്ലെമിംഗ് തുടങ്ങിയവർ ചേർന്നാണ് ചിത്രത്തിൻ്റെ സംഗീതം ഒരുക്കിയിരിക്കുന്നത്. ഈ സൂപ്പർമാൻ ചിത്രത്തിൻ്റെ തീം മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജോൺ വില്യംസ് ആണ്. അദ്ദേഹമാണ് ആദ്യം തൊട്ടേ ജോൺ വില്യംസ് എന്ന സംഗീതജ്ഞനാണ് സിനിമയുടെ ഈ സൂപ്പർമാൻ സിനിമകളുടെ തീം മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഈ ജോൺ വില്യംസ് എന്ന സംഗീത സംവിധായകൻ സ്റ്റീവൻ സ്പീൽബർഗുമായി ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ്, ജോസ്, E.T. തുടങ്ങിയ സിനിമകളുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അദ്ദേഹമാണ് ചെയ്തത്. അതുപോലെ ജുറാസിക് പാർക്ക്, ആദ്യം വന്ന ജുറാസിക് പാർക്ക്, അത് കഴിഞ്ഞ് ദ ലോസ്റ്റ് വേൾഡ്, ഇതിൻ്റെയൊക്കെ തീം മ്യൂസിക് ചെയ്ത ഒരു മഹാനായ വ്യക്തി കൂടിയാണ് ജോൺ വില്യംസ് എന്ന സംഗീതജ്ഞൻ. അതുപോലെ ഈ ചിത്രത്തിൻ്റെ സ്പെഷ്യൽ എഫക്ട്സ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമുക്ക് തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കാവുന്ന തരത്തിൽ നമുക്ക് ഒരു വിഷ്വൽ ഒരു വണ്ടറാണ് സിനിമയിൽ തീർത്തു വെച്ചിരിക്കുന്നത്. ഡേവിഡ് കോറൻസ്വെറ്റ് എന്ന് പറയുന്ന ഒരു നടനാണ് ഈ ചിത്രത്തിൽ സൂപ്പർമാനിലെ വേഷത്തിലെത്തുന്നത്. ഈ ചിത്രം ജെയിംസ് ഗൺ ഡയറക്റ്റ് ചെയ്ത ഒരു ചിത്രമാണ്. ഈ സിനിമയിൽ DC ആണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അത് DC കോമിക്സിൽ വന്ന പഴയ സൂപ്പർമാൻ്റെ കഥകളൊക്കെയാണ് പിന്നീട് ഈ ചിത്രങ്ങളായി വന്നത്. അപ്പോൾ ഈ DCയുടെ ഈ സൂപ്പർമാൻ എന്ന ചിത്രത്തിൽ നമ്മൾ സാധാരണ സൂപ്പർമാൻ എന്ന് പറയുന്നത് ഒരു ഭയങ്കര വലിയൊരു ഹീറോയാണ്. അപ്പോൾ ഈ ചിത്രത്തിൽ സൂപ്പർമാനെ ജെയിംസ് ഗണ്ണിൻ്റെ ഒരു രീതിയിൽ, അതായത് അദ്ദേഹത്തിൻ്റെ വ്യൂവിൽ സൂപ്പർമാനെ ഒരു ലോകത്തുള്ള, അതായത് നമ്മുടെ മനുഷ്യരുടെ ഇടയിലുള്ള ഒരു വ്യക്തിയെ പോലെയാണ്, ഡൗൺ ടു എർത്ത് ആയിട്ടാണ് സൂപ്പർമാനെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതായത് സൂപ്പർമാന് കഴിവുകളൊക്കെ ഉള്ള സൂപ്പർമാനാണ്, എന്നാലും സൂപ്പർമാൻ ഒരു മനുഷ്യരുടെ കൂട്ടത്തിൽ ജീവിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു സൂപ്പർമാനാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയുടെ പ്രമേയം ഒരു പുതുമയുള്ള പ്രമേയമായി എനിക്ക് തോന്നി. ഈ ജെയിംസ് ഗൺ എന്ന് പറഞ്ഞ ഡയറക്ടർ ഇതിന് മുമ്പ് വന്ന സൂപ്പർമാൻ സിനിമകളിൽ നിന്നൊരു വ്യത്യസ്തത വരട്ടെ എന്ന് കരുതിയിട്ട് തന്നെ ആവണം സൂപ്പർമാൻ എന്ന ചിത്രത്തിൽ നമ്മൾ കണ്ട ആ ഒരു അതിഗംഭീരനായ, ഭയങ്കര അതിസാഹസികനായ ഒരു സൂപ്പർമാൻ എന്ന് പറയാൻ പറ്റൂല ഈ സിനിമയിലുള്ള സൂപ്പർമാനെ. കാര്യം അദ്ദേഹം മനുഷ്യരുടെ ഇടയിലുള്ള ഒരു സൂപ്പർമാനാണ്, മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സൂപ്പർമാനാണ്. എന്തായാലും ചിത്രം കണ്ടിറങ്ങിയവർക്ക് എല്ലാവർക്കും സംതൃപ്തിയാണ് സിനിമ കണ്ടതിൽ. എന്തായാലും ഞാനൊരു 3D വെർഷൻ കണ്ടതുകൊണ്ട് തന്നെ കൂടുതൽ നമുക്ക് ചിത്രത്തിലേക്ക് ആഴ്ന്നിറങ്ങാനുള്ള ഒരു അവസരവും ഉണ്ടായി. എന്തായാലും സൂപ്പർമാൻ്റെ വരവ് ഇപ്പോൾ ഹെൻറി കാവിലിന് ശേഷം മറ്റൊരു നടൻ ചെയ്തു എന്നുള്ള ഒരു കാര്യം മാത്രമേ ഇതിൽ ചേഞ്ച് ആയിട്ടുള്ളൂ. എന്തായാലും സൂപ്പർമാൻ DC സൂപ്പർമാൻ്റെ ഒരു പുതിയ ഒരു യൂണിവേഴ്സ്, DC യൂണിവേഴ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. എന്തായാലും സൂപ്പർമാൻ എന്ന ചിത്രം പണ്ട് നമ്മൾ കണ്ട ക്രിസ്റ്റഫർ റീവിൽ നിന്നും, പണ്ട് ഞാൻ കണ്ട ഏറ്റവും കൂടുതൽ കണ്ട ചിത്രങ്ങൾ ക്രിസ്റ്റഫർ റീവ് അഭിനയിച്ച സൂപ്പർമാൻ ചിത്രങ്ങളാണ്. എന്തായാലും അതിനുശേഷം ഹെൻറി കാവിലിൻ്റെ സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊരു എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഒരു തിയേറ്ററിൽ ഒരു സൂപ്പർമാൻ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ചിത്രം. എന്തായാലും ഈ ചിത്രം ഒരു വിജയ ചിത്രം തന്നെ ആകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാര്യം അത്തരത്തിലുള്ള ചില പ്രത്യേകതകൾ ഈ സിനിമയ്ക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കഥ നമുക്ക് മനുഷ്യരുമായി ചേർന്ന് നിൽക്കുന്ന ഒരു കഥയാണ് സംവിധായകൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു യൂണിവേഴ്സ്, DC യൂണിവേഴ്സിൻ്റെ തുടക്കവും കൂടിയാണ് ഈ ചിത്രത്തോടെ കൂടി വരുന്നതെന്നും കൂടിയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വരും ചിത്രങ്ങളും ഇതുപോലെ തന്നെ നമുക്ക് കണ്ടിരിക്കാൻ സുഖമുള്ള, അല്ലെങ്കിൽ കഥയിൽ നമുക്ക് വിശ്വാസയോഗ്യമായ കഥയും ഒക്കെ ആയിട്ട് വരുമ്പോൾ നമുക്കത് കൂടുതൽ നമ്മളെ സിനിമയുമായി അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ കണ്ടാസ്വദിക്കാവുന്ന ഒരു ചിത്രമാണ് സൂപ്പർമാൻ എന്ന ഈ ചിത്രം.